ഇന്ന് നടന്ന കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് കോർത്തിണക്കി ഇതിനകത്ത് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനെതിരെ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ ഇസ്രയേലിനെതിരെ എന്നല്ലാണ്ട് ഹമാസിനും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ. അതായത് ഗാസയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സീസ് ഫയർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്നത്. 168 രാജ്യങ്ങൾ ഇതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. 168ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യയും കൂടെ അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ US ഇതേ പ്രമേയത്തെ വീറ്റോ ചെയ്തിരുന്നു. ഇത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യ അതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അപ്പോൾ ഇന്ത്യ അതിന് പറഞ്ഞ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിനകത്ത് വൺ സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ ബന്ദികളെ കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ വിട്ടുനിന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ ബന്ദികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് സീസ് ഫയർ നടക്കും, പക്ഷെ അതേസമയം ഹമാസ് ബന്ദികളെല്ലാം വിട്ടയക്കണം എന്നുള്ള ക്ലോസും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ വന്നിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിൽ നടക്കുന്ന ഇമാതിരിയുള്ള റെസൊല്യൂഷൻസിലെല്ലാം ഇത് കൃത്യമായിട്ട് ഇസ്രയേലിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ തീർത്തിട്ട് തന്നെയാണ് ഈ റെസൊല്യൂഷൻ വന്നിരിക്കുന്നത്. അതായത് അമേരിക്ക കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഏത് നേരത്താണ് ഈ റെസൊല്യൂഷൻ കൊണ്ടുവരേണ്ടതെന്നുള്ളത്. കാരണം ഓൾറെഡി ഇവിടെ സീസ് ഫയർ വേറൊരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സീസ് ഫയർ മീൻസ് ഇവിടെ ഒരു പീസ് ടോക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഹമാസ് ഇന്നലെ തന്നെ ഓൾറെഡി അവർ സമ്മതിച്ചതാണ്. അതായത് ലിസ്റ്റൊക്കെ ഓൾറെഡി കൊടുത്തിട്ട് മിനിഞ്ഞാന്ന് തന്നെ ലിസ്റ്റുകൾ കൈമാറി. ഇന്നലെ ഹമാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എല്ലാ ബന്ദികളെയും വിടാൻ തയ്യാറാണെന്നും IDFനെ ടെമ്പററി ആയിട്ട് ഗാസയ്ക്കുള്ളിൽ തന്നെ നിലനിർത്താൻ അവർ തയ്യാറാണെന്നുള്ള രീതിയിൽ അവർ ഓൾറെഡി ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്ന് ഒരു പ്രഹസനമായിട്ട് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരുടെയും കൂടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു സമാധാന കരാറാണ് അവിടെ നടപ്പിലാവാൻ പോകുന്നത്. പക്ഷേ ഹമാസ് എന്ത് ഉദ്ദേശത്തിലാണോ അവിടെ ഈ ഒരു പ്രശ്നം തുടങ്ങി വെച്ചത്, അത് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നത് ഇറാനിലാണ്. ആയത്തുള്ള ഖമേനി ഇന്നലെ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ അവരുടെ പാർലമെന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള അവരുടെ ആൾക്കാരെല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ തന്നെയാണ് ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്കും അവിടെ പല സമയങ്ങളിലും ഈ ഒരു വെസ്റ്റേൺ റെജീം, അതായത് ഈ ഒരു പാശ്ചാത്യ ശക്തികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വേണോ, ഈ പാശ്ചാത്യ ശക്തികളുമായിട്ട് നമ്മൾ ഒരു അനുരഞ്ജനം വേണോ, അവരുമായിട്ട് ഒത്തിണങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ വളരെ മതപരമായ രീതിയിൽ വളരെ വൈകാരികമായിട്ടുള്ള സംസാരമാണ് അവിടെ ഉണ്ടായത്. അതിനെല്ലാ സംസാരത്തിന്റെ അവസാനവും തക്ബീർ വിളികൾ അവിടെ ഉയരുകയുണ്ടായി. നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഖൊമൈനിക്ക് ആ മുമ്പിലിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇറാന്റെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വേറൊരു അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. ഇറാന്റെ ഒരു പാട്ടുകാരി അവർ തല മറയ്ക്കാതെ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഓൺലൈനിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ യൂട്യൂബ് ചാനലിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് ഏതാണ്ട് ആ വീഡിയോ ഇട്ട് പബ്ലിഷ് ചെയ്ത് 18 മണിക്കൂറിൽ തന്നെ ഏതാണ്ട് 150K ഓളം വ്യൂ പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ പോപ്പുലാരിറ്റി ഉള്ള ഒരാളിനെ ഇപ്പോൾ അവർ വിചാരണയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമില്ല, ഓൺലൈനിൽ തലമറയ്ക്കാതെ അവർ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ പേരിലുള്ള കുറ്റം. ഇത് അവര് ലൈം ലൈറ്റിൽ വന്ന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് പ്രോക്സികളെ വെച്ച് യുദ്ധം ചെയ്യുന്നതുകൊണ്ടാണ് അവരിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇത് പണ്ട് തൊട്ടേ അവിടെ 1979 മുതലേ അതിക്രൂരമായ രീതിയിൽ ഈ വക കാര്യങ്ങളൊക്കെ അവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് വസ്തുത. അതിപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്. ഇന്നലെ 3ാം തവണ ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അഡ്രസ് ടു ഇറാൻ പീപ്പിൾ തന്നെയാണ് അഡ്രസ് ചെയ്തത്. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇറാൻ പങ്കാളിത്തം വഹിച്ച, ഇറാൻ സപ്പോർട്ട് ചെയ്ത, ഇറാൻ ബില്യൺ കണക്കിൽ ഡോളേഴ്സ്, അതായത് നിങ്ങൾക്ക് ഇറാനിയൻ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനിരുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവിടാൻ വേണ്ടി വെച്ചിരുന്ന പൈസ മൊത്തം എടുത്ത് ഇതേപോലെ പ്രോക്സികൾക്ക് കൊടുത്ത് ഇറാന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ നഷ്ടപ്പെട്ട് കിടക്കുന്നത്. ഹിസ്ബുള്ളയിൽ ലബനാനിൽ കണ്ടില്ലേ, ഇറാന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ കിടക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ജനറേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാനുള്ള പൈസയാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നത്. നിങ്ങളുടെ റെജീം ചേഞ്ചിനെ കുറിച്ച് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള നിലയിലുള്ള സൂചനയാണ് നെതന്യാഹു ഇന്നലെ ഇട്ടുകൊടുത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാനിൽ വൈകാതെ തന്നെ അവിടെ ഒരു സിവിൽ വാർ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ നെതന്യാഹുവിന്റെ ചെറിയ ചെറിയ നമ്പറുകളാണ് കേട്ടോ. ഇതിങ്ങനെയൊക്കെ ഇട്ടും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇതൊക്കെ ചിലപ്പോൾ കത്തിപ്പിടിക്കും. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് വലിയ യുദ്ധങ്ങളുടെ ആവശ്യമില്ല, ചില തന്ത്രപരമായ ചില നീക്കങ്ങൾ മതി. ആ രീതിയിലുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്. ഏത് നെതന്യാഹുവിന്റെ ഈ ഒരു സ്പീച്ചിനെ. നെതന്യാഹു ഈ ഒരു സ്പീച്ച് കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറാനെ ഒരിക്കലും ആണവായുധം ഉൽപ്പാദിപ്പിക്കാൻ വിടില്ല. ആ രീതിയിൽ ഞങ്ങൾ കൃത്യമായ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ തുടരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇറാൻ എപ്പോഴൊക്കെ ഇതിന് മുതിരുന്നുണ്ടോ ആ സമയത്തൊക്കെ നമ്മൾ വന്ന് അറ്റാക്ക് ചെയ്യും. ആ രീതിയിലാണ് പറഞ്ഞു വെച്ചത്. ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇറാൻ ഒരു കാലഘട്ടത്തും ആണവായുധം ഉണ്ടാക്കി കളയാം എന്നുള്ള രീതിയിൽ മുതിരരുത്. അങ്ങനെ മുതിർന്നാൽ ഒരു പക്ഷേ മിലിറ്ററി നടപടികൾക്ക് മുതിരേണ്ടി വരും.
എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അറ്റാക്ക് എന്താണോ അതിനെ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയ്തർ USA നേരിട്ടടിക്കും, അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പിന്നെ ട്രംപ് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ വാറിലേക്ക് എടുത്ത് ചാടത്തില്ല. പക്ഷേ ഇസ്രയേലിനെ പിന്തുണയ്ക്കും. പക്ഷേ ഇസ്രയേൽ അടിക്കും, അത് ഉറപ്പാണ്. ഇസ്രയേൽ ഒരു നിർണായകമായ തീരുമാനം ഗോലാൻ ഹൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇപ്പൊ ക്യാപ്ചർ ചെയ്ത ഹെർമോൺ മലനിരകൾ, അവിടെ ഈ വിന്റർ കാലം മൊത്തം, ഈ തണുപ്പ് കാലാവസ്ഥ മൊത്തം ഇനി ഒരു 3 മാസത്തേക്ക് ആ ഹെർമോൺ മൗണ്ടനിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. IDFന്റെ സോൾജേഴ്സ് മിലിറ്ററി ബേസ് ഉണ്ടാക്കിയിട്ട് വിന്റർ കാലം മൊത്തം അവിടെ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ ലബനാനെ നിരീക്ഷിക്കാം, അവിടെ ഹിസ്ബുള്ളകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പുറത്തെ സിറിയയെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൃത്യമായ നല്ലൊരു പോയിന്റാണ്, ചെക്ക് പോയിന്റ് ആണ്. അപ്പൊ അത് ഇസ്രയേലിന്, ഈ ഒരു ഹെർമോൺ മലനിരകൾ ഇസ്രയേലിന് നല്ല രീതിയിലുള്ള ഒരു മിലിറ്ററി ഡോമിനേഷൻ, ഒരു വാച്ച് ടവർ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ആ സ്ഥലം വിന്റർ കാലം മൊത്തം നിരീക്ഷിക്കാനുള്ള പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. അത് വിന്റർ കാലം മൊത്തമല്ല, അത് ഇനി ഇസ്രയേലിന്റെ പെർമനന്റ് സ്റ്റേഷൻ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഇനി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് അവിടെ മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നത്. ഡച്ച് ഗവൺമെന്റ് ഇന്ന് അവരുടെ കോർട്ടിൽ നിന്നും ഒരു കേസ് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രയേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഹർജി അവരുടെ കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹർജി കൊടുത്ത ആൾക്കാരെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് നോക്കുകയുണ്ടായി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതൊരു പ്രോ പാലസ്തീനിയൻ കമ്മിറ്റിയിൽ നിന്ന് വന്നൊരു ഹർജായിട്ടാണ് ഡച്ച് കോർട്ടിന് മനസ്സിലാക്കാൻ പറ്റിയത്. അത് കണ്ടപാടെ ആ കേസ് അപ്പോഴേ തന്നെ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇസ്രയേൽ അത് ഡച്ച് അഥവാ നെതർലാൻഡിന്റെ ഭാഗത്ത് നിന്ന് മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ വെപ്പൺ ലോകത്ത് പല മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ അവർ വേറെ സ്ഥലത്ത് പോകും. റീസൺ എക്സാക്ട്ലി പ്രോ പാലസ്തീനിയൻ, അതുപോലെ രാജ്യത്തിന്റെ വരുമാനം തടയുന്നുള്ള രീതിയിൽ 2 കാരണം കൊണ്ടാണ് ഈ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഈ ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ നിന്നും ബഫർ സോൺ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ബഫർ സോൺ ആയിട്ട് ഇരുന്ന സ്ഥലം 1974 കരാർ പ്രകാരമുള്ള ബഫർ സോൺ ഇപ്പൊ ഇസ്രയേലിന്റെ ഭാഗമാണ്. പുതിയ ബഫർ സോൺ എന്ന് പറയുന്നത് കുറെ ഡ്രൂസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇപ്പൊ അവിടുത്തെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡർ എന്ന് തന്നെ പറയാം. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം താമസിക്കാൻ റെഡി ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്ഥലം അവർക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ഇസ്രയേലിനോടൊപ്പം അനക്സേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഇസ്രയേലിനോടൊപ്പം ചേരുന്നതായിരിക്കും നല്ലതെന്നാണ് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇപ്പൊ ജസ്റ്റ് അങ്ങ് ഇസ്രയേൽ കയറി പിടിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കാണ് പറയുന്നത് അത് ജസ്റ്റ് ഒരു ബഫർ സോൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഇസ്രയേലിന്റെ കൺട്രോളിലല്ല ഈ ഡ്രൂസിന്റെ അവർ താമസ സ്ഥലം വരുന്ന ഏരിയ. പക്ഷെ അവര് തീർച്ചയായിട്ടും അവർ ഇസ്രയേലിനോടൊപ്പം അനക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ബഫർ സോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് ആ ഒരു കമ്മ്യൂണിറ്റി സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇസ്രയേൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത. കാരണം ഏതൊരു സാധ്യതയും ഇസ്രയേൽ അങ്ങനെ വിട്ടു കളയുന്ന ആൾക്കാരല്ല. അവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ അവരത് കൈക്കലാക്കുക തന്നെ ചെയ്യും. കാരണം ഇസ്രയേലിന്റെ ഉള്ളിൽ ഒരുപാട് ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്, വളരെ സമാധാനപൂർവ്വം താമസിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർക്ക് മതപരമായിട്ടുള്ള ചില വിയോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർ സിറിയയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഭരണകൂടത്തിനെ അവർ പേടിക്കുന്നുണ്ട്. അപ്പൊ ആ പേടിയുടെ ഫലമായിട്ടാണ് അവർ അതിനേക്കാളും ബെറ്റർ ഇസ്രയേൽ ആണെന്ന് കരുതിക്കൊണ്ട് ഇസ്രയേലിനോടൊപ്പം ചേരാനുള്ള ചില തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. സൗത്ത് സിറിയ വില്ലേജിലെ ഹാദിർ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അയാൾ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റീസൺ കാരണം HTSനെ പേടിയുണ്ട്, അത്രേ ഉള്ളൂ. കാരണം അത് ആ സംഘടന അമ്മാതിരിപ്പെട്ടതാണ്, അതുകൊണ്ടാണ്. സൗത്ത് ലെബനാനിൽ ഖയാം എന്ന് പറഞ്ഞ മേഖലയിൽ നിന്നും IDF അവരുടെ ട്രൂപ്പിനെ പിൻവലിച്ചിരിക്കുന്നുള്ളതാണ്. അതായത് ഇത് ആ സീസ് ഫയറിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം, ആ ട്രൂസ് അഗ്രിമെന്റിൽ വെച്ചിരിക്കുന്ന കരാർ പ്രകാരം ആ പരിസരത്തേക്ക് ലബനാൻ ആർമി കടന്നു വന്നിട്ടുണ്ട്. ഈ ലബനാൻ ആർമിയിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഹിസ്ബുള്ളക്കാരന്മാർ ഉറപ്പായിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഈ 1 ലക്ഷം തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവരൊക്കെ എവിടെ പോയി? മാജിക് ഷോ ഒന്നുമില്ലല്ലോ, അവര് ലബനാൻ ആർമിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ലബനാൻ ആർമി ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഹിസ്ബുള്ളയുമായിട്ടല്ലല്ലോ ഈ ഒരു സീസ് ഫയർ കരാർ ഒപ്പിട്ടത്, ലബനാനുമായിട്ടാണ് ഒപ്പിട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ലബനാന്റെ ഉള്ളിൽ ഇവർ മെർജ് ചെയ്ത് കയറിയിട്ടുണ്ട്. കാരണം ലബനാനിൽ അത്രമാത്രം ഈ ഒരു ഹിസ്ബുള്ളയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എന്തായാലും ലബനാൻ ആർമി എന്ന് പറയപ്പെടുന്ന സോ കോൾഡ് ലബനാൻ ആർമി ആ ഒരു സദൺ പാർട്ടായിട്ടുള്ള ഖയാം എന്ന് പറഞ്ഞ ഒരു ഏരിയ അവരുടെ പ്രൊട്ടക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയുള്ള ഹെസ്ബുള്ളയുടെ താവളങ്ങളായിട്ടുള്ള റോക്കറ്റ് ലോഞ്ചർ കാര്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ IDF നശിപ്പിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഒരു 10-20 ദിവസം കൊണ്ട് അവിടെ ആയുധങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ഒരു സ്ഥലം ലബനാൻ ആർമിക്ക് കൈമാറിയിട്ട് IDF പിൻവലിഞ്ഞിട്ടുണ്ട്. ഏകദേശം ലബനാന്റെ ഉള്ളിൽ ഏതാണ്ട് 4000 സോൾജേഴ്സ് ഇപ്പോഴും ആ സൗത്ത് ലബനാൻ ഭാഗത്തുണ്ട് എന്നാണ് IDF പറഞ്ഞിരിക്കുന്നത്. സിറിയയിലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഭരണകൂടം, താൽക്കാലിക ടെമ്പററി സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പഴയ അസാദ് റെജീമിന്റെ കൂട്ടായി ചേർന്ന് പ്രവർത്തിച്ച ഏതൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ടോ അവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കറിയത്തില്ല ആരെ കൊണ്ടുവരുന്നു, ഇറാനെ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ അവിടെ പാവങ്ങളായിട്ട് ഈ ലാസ്റ്റ് ഗ്രേഡിൽ വർക്ക് ചെയ്ത് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത സോൾജേഴ്സ് ഉണ്ടല്ലോ, അവരെ കൊണ്ടുവരുമോ നമുക്കറിയത്തില്ല. പക്ഷെ ഇവരും ഈ അസാദിനെ പോലെ തന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് തുരങ്കലിൽ അടയ്ക്കാനാണ് ഈ തടങ്കൽ പാളയത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. 90,000 പേര് ഇന്നലത്തെ കാൽക്കുലേഷൻ പ്രകാരം 90,000 പേര് സിറിയയിൽ നിന്നും അഭയാർത്ഥികളായിട്ട് ലബനാനിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അതായത് ഈ അസാദ് ഭരണകൂടമുള്ള സമയത്ത് അവിടെ സുഖിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരില്ലേ, അതിൽപ്പെട്ട ആൾക്കാർ, കുറെ ആൾക്കാർ, അതിൽ 90,000 പേര് ഏതാണ്ട് ലബനാനിൽ അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ത്യൻ ആർമി നല്ല രീതിയിലുള്ള റഡാർ സിസ്റ്റം, അതായത് ആന്റി ഡ്രോൺ മിസൈൽ സിസ്റ്റം, ഡ്രോണുകളെ നിർവീര്യമാക്കാനുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ ഡ്രോൺ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു യുദ്ധങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് ചെറിയ നക്കാപ്പിച്ച ഡ്രോണുകളൊക്കെ കൊണ്ടിട്ട് ബംഗ്ലാദേശ് ഇന്ത്യക്കുള്ളിൽ നിരീക്ഷിക്കാൻ വേണ്ടി വരുന്നത്. മേഘാലയ ഭാഗത്തൊക്കെ വന്നു എന്നാണല്ലോ നമ്മൾ അറിഞ്ഞത്. ഇന്ത്യക്ക് പ്രധാനമായിട്ടും തലവേദന സൃഷ്ടിക്കുന്ന ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളിലൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ തുർക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ എവിടെയൊക്കെ ഒന്ന് കുത്താനുള്ള മാർഗം കിട്ടുമോ അവിടെയൊക്കെ നുഴഞ്ഞു കയറുന്ന ഒരാളാണ് ഈ തയ്യബ് എർദോഗൻ. ഇയാൾ കശ്മീരിലോട്ടും ഇതേപോലെ തന്നെ ഇൻവോൾവ്മെന്റ് നടത്തിയ ആളാണ്. അതേപോലെ ബംഗ്ലാദേശിലും ഇയാൾ അതേപോലെ ഇന്റർവെൻ ചെയ്യുന്ന ആളാണ്. അതായത് ലോകത്ത് എവിടെയൊക്കെ മുസ്ലിംസ് ഉണ്ടോ, പ്രത്യേകിച്ച് സുന്നി മുസ്ലിംസ് ഉണ്ടോ, അവരുടെയൊക്കെ ഒരു ഉന്നത നിലയിലുള്ള ഒരു നേതാവായിട്ടാണ് ഇയാളെ തന്നെ സ്വയം അങ്ങ് കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അവരാരും ഇവരെ അങ്ങനെ കരുതിയിട്ടില്ല കേട്ടോ, അവരാരും ഇയാളെ അങ്ങനെ കരുതിയിട്ടില്ല. എർദോഗൻ സുന്നി മുസ്ലിംസിന്റെ നേതാവായിട്ട് അറിയപ്പെടാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ എർദോഗന് എത്ര കുഴപ്പമുണ്ടായിട്ടാണ് തുർക്കിയിൽ നിന്ന് ഡ്രോൺ ഇപ്പം ഈ ബംഗ്ലാദേശിലേക്ക് കൊടുത്തയച്ചത്? എത്ര യൂണിറ്റ് കൊടുത്തയച്ചെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ തുർക്കിയുടെ ഡ്രോൺ ആണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇന്ത്യൻ ഡിഫൻസ് കണ്ടെത്തി അത് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഡിഫൻസിൽ നല്ല രീതിയിലുള്ള റഡാർ സിസ്റ്റം ഉണ്ട്. ഏത് തരത്തിലുള്ള സൗണ്ട് ആണ്, എന്ത് എക്യുപ്മെന്റിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് വരെ അനലൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഓഫീസർമാർ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ട്രാക്ക് ചെയ്യാനുള്ള കൃത്യമായ ടെക്നോളജി ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇപ്പം ആ ഒരു റഡാർ സിസ്റ്റം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആന്റി ഡ്രോൺ മിസൈൽ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരു മിസൈൽ സിസ്റ്റം നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ. ഇന്ത്യൻ ആർമി ഏത് നേരത്തും ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കയറാനുള്ള ഒരു അതിർത്തിയിലാണ് നിലകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവർക്ക് ഇനിയൊരു അടി കിട്ടിയിട്ടുണ്ട് മിയാൻമറിന്റെ ഭാഗത്തുനിന്ന്. അർക്കാൻ ആർമി അവർ ഓൾറെഡി തന്നെ അവരുടെ ബോർഡർ സെക്യൂർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഓൾറെഡി തന്നെ ഈ ഒരു മിയാൻമർ ബോർഡറുമായിട്ട് ബംഗ്ലാദേശിന് തർക്കമുണ്ട്. അതിൽ ആ ഒരു ബോർഡർ ഇപ്പം മിയാൻമർ കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ബംഗ്ലാദേശിന്റെ ആർമി കുറച്ചുകൂടെ അങ്ങോട്ട് അറ്റൻഷൻ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം അവിടെയും ചെറുത്തുനിൽപ്പിന്റെ ആവശ്യമുണ്ട്, എന്നാൽ അവിടെയും ബോർഡർ കയറി പിടിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ഇങ്ങനെ ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ ശരിക്കും അടിക്കണം എന്ന് വെച്ചാൽ അടിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ടീം ഇപ്പം ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നിന്ന് 3 ദിവസമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച വെറുതെ അവിടെ റിക്വസ്റ്റ് ചർച്ചയല്ല, അതേപോലെ ഒരു മ്യൂച്വൽ ചർച്ചയും അല്ല കേട്ടോ. ചർച്ച ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഇത് ഒബേ ചെയ്യുക എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. മൈനോറിറ്റിക്ക് മേലുള്ള ക്രൈസിസ് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിലാണ് ഏറ്റവും കൂടുതൽ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി ഈ ഒരു 88 ക്രൈം മൈനോറിറ്റികൾക്കെതിരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ബംഗ്ലാദേശ് ഓപ്പൺ ആയിട്ട് സമ്മതിക്കേണ്ടി വന്നത്. ഇന്ത്യ 2023 ഏതാണ്ട് 83.6 ബില്യൺ US$ വർത്തിനാണ് ഡിഫൻസ് പർച്ചേസ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ലോകത്തുള്ള പല കമ്പനികൾ എടുത്ത് നോക്കും. പല കമ്പനികൾ, അതായത് നിവേഡ, ആമസോൺ, സ്റ്റാർലൈനർ, പിന്നെ നമ്മുടെ എലോൺ മസ്കിന്റെ കമ്പനികൾ, അങ്ങനെ ഒരുപാട് വലിയ വലിയ കമ്പനികളൊക്കെ 3 ട്രില്യൺ 4 ട്രില്യൺ ഇതൊക്കെ ട്രില്യൺ കണക്കിൽ പിന്നെ ടേൺ ഓവറുള്ള കമ്പനികളാണ്. ബാക്കിയുള്ള 80% കമ്പനികളും $1 മില്യൺ ആൻഡ് $1 ബില്യൺ വർത്തുള്ള കമ്പനികൾ, ടേൺ ഓവറുള്ള കമ്പനികളായിരിക്കും. അപ്പൊ അങ്ങനെ ഇന്ത്യ 84 ബില്യൺ ചെലവാക്കി ഈ ഡിഫൻസിന്റെ എക്യുപ്മെന്റ്സ്, അതായത് വെപ്പൺസ് മാത്രം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ 84 ബില്യൺ ചെലവാക്കി ഈ ആയുധങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പൈസയാണ് ആ ഒരു എമൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ 2-3 കമ്പനികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുകയാണ് മുടക്കിയിരിക്കുന്നത്. അത് വെറുതെ അല്ല. ഇന്ത്യ ഏതാണ്ട് 4ാം സ്ഥാനത്താണ് വേൾഡ് ഡിഫൻസിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വൈകാതെ തന്നെ റഷ്യയെ മറികടന്നുകൊണ്ട് 3ാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കഴിഞ്ഞ വർഷം മുതൽ 75% നമുക്ക് വേണ്ട സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഡിഫൻസ് മേഖലയിൽ 25% മാത്രമാണ് നമ്മൾ വെളിയിൽ പർച്ചേസ് ചെയ്യുന്നത്. ആ 25% ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു 83.6 ബില്യൺ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഇന്ത്യയുടെ ഡിഫൻസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തന്നാണ്. കാരണം ഈ ബംഗ്ലാദേശ് പോലത്തെ ഒരു എലി പോലെ കിടക്കുന്ന ഒരു സ്ഥലം അവന്മാർ കാണിക്കുന്ന ഈ ഒരു വിളച്ചലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇന്ത്യയുടെ ഒരു ഡിഫൻസ് എന്ന് പറഞ്ഞാൽ മാസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശ് നമ്മൾ അടിക്കാന്ന് പറഞ്ഞാൽ 2 റഫേൽ ജെറ്റ് എടുത്തുകൊണ്ട് ഒരു 2 റൗണ്ട് പോയിട്ട് വന്നാൽ തീരാന്ന് കേസ് കിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ അവന്മാർ. പക്ഷെ ഇന്ത്യ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു രാജ്യം. അപ്പൊ അതിനെ പോയി നമ്മളിങ്ങനെ അടിക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളത് കൊണ്ട് മാത്രമാണ്
ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ അതിനെ മുതലെടുക്കാൻ അവന്മാർ ശ്രമിച്ചു കഴിഞ്ഞാൽ സൈ കെട്ടാ നമ്മൾ ചെയ്യുമല്ലോ, ആ രീതിയിൽ ചെയ്യും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ഒരു നേപ്പാൾ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേപ്പാളിലെ ആർമി ചീഫ് ആയിട്ടുള്ള ആള് ഇന്ത്യക്ക് വരുന്നു, അവർക്ക് അവാർഡ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒപ്പം ഡ്രോൺ ഡിഫൻസില് ഡ്രോണും കൂടെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ഡ്രോണൊക്കെ എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഒരു തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഇവന്മാർ കൊടുക്കരുത്. ഡ്രോണൊക്കെ അവന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഫൈറ്റ് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ള പുസ്തകങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്യൂ, അത് മതി. എന്തിന് ഈ ഡ്രോണും കാര്യങ്ങളൊക്കെ, ഈ ടെക്നോളജിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. അവാർഡാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അവാർഡ് കൊടുത്തങ്ങ് വിടുക. കൂടെ വേണമെങ്കിൽ 2 പുസ്തകങ്ങൾ എന്തെങ്കിലും പഠിച്ച് നന്നാവാനുള്ള പുസ്തകം ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. ശ്രീലങ്ക ഒരു 3-4 വർഷത്തിന് മുമ്പ് എന്തായിരുന്നു അവിടുത്തെ ലഹള? ശ്രീലങ്ക 5ന്റെ പൈസ ഇല്ലാണ്ട് തെണ്ടി കുത്തുവാൾ എടുത്തിരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇന്ത്യ വേൾഡ് ബാങ്കിൽ നിന്ന് പോയി ഹെൽപ്പ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് പൈസയും കൊടുത്ത് ലൈൻ ഓഫ് ക്രെഡിറ്റും കൊടുത്ത് അതിനെ ഇപ്പോൾ പതിയെ നല്ല രീതിയിൽ പൊക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലോ ആ ധനുഷ്കോടി, ആ രാമേശ്വരം ഭാഗത്ത് ധനുഷ്കോടിയിൽ ഒരു 2 മീറ്റർ അങ്ങോട്ട് നീങ്ങി അങ്ങ് മീൻ പിടിച്ചു കഴിഞ്ഞാൽ അവന്മാരങ്ങ് പൊക്കിക്കൊണ്ട് പോകും, ഇല്ലെങ്കിൽ വെടിവെച്ചിടും. അപ്പൊ ഈ രീതിയിലാണ് അവർ കാണുന്നത്. അവർക്ക് ഡിപ്ലോമസിയും പൈസ മേടിക്കലും കൊടുക്കലൊക്കെ വേറെയും ആ നാട്ടിലുള്ള ജനങ്ങളുമായിട്ടുള്ള ഇടപാട് വേറെ രീതിയിലുമാണ് കാണുന്നത്. അപ്പൊ ഈ രീതിയിലാണ്, അതായത് അവിടെ അവർ പോസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന്, ആ ധനുഷ്കോടിയിൽ അവർക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ധനുഷ്കോടി കഴിഞ്ഞിട്ട് ആ ഒരു ദ്വീപില്, ഈ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലാണ് ഇവരുടെ ചെക്ക് പോയിന്റ് വെച്ചിരിക്കുന്നത്. ആ ചെക്ക് പോയിന്റിൽ നിന്നാണ് ഇവന്മാരിങ്ങനെ വെടിവെച്ചിടുന്നത്. ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. അതിന് പകരം ഇവർ പിടിച്ചോണ്ട് പോയിട്ട് ഡിപ്ലോമാറ്റിക്കലി അതിനെ സ്ട്രാറ്റജിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ്. അതായത് പിടിച്ചോണ്ട് പോവുക, പിന്നീട് ഗവൺമെന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. ഈ നെഗോഷിയേറ്റ് ചെയ്ത് ഈ 2-3 ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരിക്കും അങ്ങോട്ട് കൊടുക്കേണ്ടി വരിക. ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ യുവമാർക്കൊക്കെ എന്തിന് ഈ സഹായം ചെയ്യണം? അപ്പൊ നേരെ ബംഗ്ലാദേശ് ഇഷ്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ അവസ്ഥ അതിരൂക്ഷമായിട്ട് പോവുകയാണ്. ചിന്മയ് ദാസ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം പറയണ്ടേ? ഇയാളെ അറസ്റ്റ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല. ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇഷ്കോൺ ടെമ്പിളിന്റെ ആ ഒരു ഗോപുരത്തിന് മുകളിൽ ഒരു കൊടിയുണ്ട്, പതാക. അതൊരു കാവിക്കൊടിയാണ്. അപ്പം ഈ ബംഗ്ലാദേശ് അവരുടെ നാഷണൽ ഫ്ലാഗിനേക്കാളും ഉയരത്തിലാണ് ഈ കൊടി ഉള്ളത് എന്നുള്ളതാണ് ആരോപണം. അപ്പൊ ഇനി ആ കൊടി താഴ്ത്തി കെട്ടണം എന്നുണ്ടെങ്കിൽ ആ ഗോപുരം തന്നെ കുറച്ച് ഹൈറ്റ് കുറയ്ക്കേണ്ടി വരും. അതിപ്പോ കൺസ്ട്രക്ഷൻ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ആ മുകളിലിരിക്കുന്ന കൊടി അയച്ചിട്ട് വേറെ എവിടെയെങ്കിലും താഴ്ത്തി കെട്ടേണ്ടി വരും. അത് രണ്ടും തന്നെ 2 ഇഷ്യൂ ആണ്, 2 വിഷയങ്ങളാണ്. ഇതിനെ ഡീൽ ചെയ്യാൻ വേറെ രീതിയുണ്ട്, വേറെ മാർഗങ്ങളുണ്ട്. അപ്പൊ ഈ ഒന്ന് റിലീജിയനും വേറെ ഒന്ന് പാട്രിയോട്ടിസമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ കിടന്ന് ഈ അടി ഉണ്ടാക്കുന്നത്. ഈ ചിന്മയ് ദാസ് എന്ന് പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്തതിന് ഇതൊരു പ്രധാന കാരണമാണ്. ലീഗലി അവർ ഡോക്യുമെന്റേഷനിൽ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായ വിഷയം. ഈ ഒരു ഫ്ലാഗ്, അതായത് ഒരു ഹിന്ദു ഫ്ലാഗ് ആ ഉയരത്തിൽ ഇത് പറക്കുന്നു എന്നുള്ളതാണ് എക്സാക്ട്ലി ഉള്ള റീസൺ. അതിനെ തുടർന്നാണ് ഈ ഒരു തർക്കവും കാര്യങ്ങളൊക്കെ വരുന്നതും ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആ പിടിച്ചുകൊണ്ട് പോകുന്നത് മുതലാണ് ഈ ഒരു മൈനോറിറ്റികൾക്കെതിരെയുള്ള ഈ ഒരു അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ബംഗ്ലാദേശിന്റെ കറൻസി വാല്യൂ കുറഞ്ഞുകൊണ്ട് പോവാണ്. ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് ഇന്ത്യൻ മണി 1 രൂപയ്ക്ക്, നമ്മുടെ 1 രൂപ ബംഗ്ലാദേശിൽ 1 രൂപ 29 പൈസയായിരുന്നു. അത് കൂടി ഇങ്ങനെ വന്നോളൂ, അതിന്റെ പണപ്പെരുപ്പം കൂടി വന്നു. അവരുടെ മൂല്യം കുറഞ്ഞ് അത് 1.30 ഇപ്പൊ ഇത് 1.42 ആയിട്ടുണ്ട് ഇന്ന്. അത് നമ്മുടെ 1 രൂപ, അവരുടെ 1 രൂപ 42 പൈസ. ആ രീതിയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ കൂടി വരും. കാരണം അവിടുത്തെ ഒരു അൺസർട്ടനിറ്റിയാണ് ഇതിന് കാരണമായിട്ട് അവിടുത്തെ ബാങ്കിങ് സെക്ടറിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതുവരെ ബംഗ്ലാദേശ് അവരുടെ പെൻഡിങ് ആയിട്ടുള്ള 161 കോടി ഇന്ത്യക്ക് അടയ്ക്കാനുള്ള പൈസ, കറണ്ട് ബിൽ ഇതുവരെ അടച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുപുരയിലാണ് ആ ഡിസ്കഷൻ നടക്കുന്നത്. വൈദ്യുതി വ്യാപാർ നിഗം ലിമിറ്റഡ്, ആ ഒരു കമ്പനിയുടെ കീഴിലാണ് ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നത്. അത് ഒരു പക്ഷേ ഇത് വൈദ്യുതി വിക്ഷേപിക്കാനുള്ള ഒരു തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തേക്കാം. ഇതാണ് ചാങ് ബിയാവോ ഐലൻഡ്. ഈ ചാങ് ബിയാവോ ഐലൻഡ് ചൈനയുടെ ആ ഒരു കോർണറിലുള്ള ഒരു ഐലൻഡ് ആണ്. അവിടെ ചൈന ശരിക്കും പറഞ്ഞാൽ ആണവായുധം ഉൽപ്പാദിപ്പിക്കുകയാണ്, ന്യൂക്ലിയർ വെപ്പൺ. ഇത് ചൈനയുടെ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഹബ്ബായിട്ടാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ചൈന വളരെ യുണീക്കായിട്ട് അവിടെ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് ഈ ഒരു ആണവായുധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ടാർഗറ്റ് വേറെ ഒന്നുമില്ല, ടാർഗറ്റ് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അലൈസ് എല്ലാം തന്നെ ചെറിയ പ്രോബ്ലത്തിലാണ്. ജർമ്മനി ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. സൗത്ത് കൊറിയ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും മിലിറ്ററി റൂളാണ് അവിടെ നടക്കുന്നത്. മാർഷ്യൽ ലോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്, അതും ക്രൈസിസിലാണ്. അതുപോലെ തന്നെ ഫ്രാൻസ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. യൂറോപ്പിൽ ആകെ ഒരു ക്രൈസിസ്. അതേപോലെ തന്നെ UK അത്ര സ്റ്റേബിൾ അല്ല. കാനഡ ഓൾറെഡി അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ട്രൂഡോ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട അലൈസ് ആയിട്ടുള്ള അമേരിക്കയുടെ അലൈസ് എല്ലാം
ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ളത് ഇനിയിപ്പം ട്രംപ് 20-ാം തീയതി വന്നിട്ട് ഏത് സാഹചര്യത്തിൽ ഇതിനെയൊക്കെ ഒന്ന് മെരുക്കി കൊണ്ടുപോകുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. റഷ്യ സിറിയയിലുള്ള പുതിയ റെജിമുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ മിലിറ്ററി ബേസ് അവിടെ തന്നെ തുടരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്ത കാണാൻ കഴിയുന്നത്. എന്തിനാണ് ഈ കാല് പിടിക്കുന്നത്? കാരണം ഈ അസാദ് റഷ്യയിലാണെന്നാണല്ലോ പറയുന്നത്. അസാദ് ഇതിന്റെ പുറകിൽ നിന്ന് തിരികൊളുത്തി വിടുന്നോന്ന് അറിയത്തില്ല. ഇപ്പൊ റഷ്യ എന്തായാലും ഇവന്മാരുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാലും ഞങ്ങളുടെ ബേസ് അവിടെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കൃത്യമായ തീരുമാനം ഈ ഒരു വിമതരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവരെന്താണോ പറയുന്നത്, ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ചാനലിന് വേണ്ടിയിട്ട് ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് റഷ്യ ഒരു പക്ഷേ നിലനിർത്താൻ സാധ്യതയുണ്ട്, ഇല്ലാതില്ല. അപ്പൊ ഇത് തീരുമാനിക്കേണ്ടത് ആ വിമതരുടെ ടീമാണ്. അവന്മാർ ഇതുവരെ ഒരു രീതിയിലുള്ള മറുപടിയും തന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ റഷ്യയുടെ ഒക്കെ ഒരു അവസ്ഥയെ, റഷ്യക്ക് ഇത്ര നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എടുത്തുകൊണ്ട് പൊയ്ക്കൂടെ? എന്തിനാണ് ഇപ്പൊ അവിടെ കിടന്ന് എഴുതുന്നത്? കാരണം വേറെ ഒന്നുമില്ല. കാരണം അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ട്. അമേരിക്കയുടെ ബേസ് ഉള്ളത് അത് കുർദുകളുടെ ബലത്തിലാണ് അത് അവിടെ ഉള്ളത്. അപ്പൊ ഈ അമേരിക്ക ബേസ് ഇട്ടത് ഈ റഷ്യ ഇട്ടതുപോലെ അസാദിന്റെ റെജീമിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല അവിടെ. പക്ഷേ ഇപ്പൊ ഈ കുർദുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇപ്പൊ ഈ വിമതരായിട്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു അവിയൽ പരുവത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കയറി പിടിച്ച ആൾക്കാർ തന്നെ ആരായിരിക്കും ഈ ഒരു ജൊലാനി തന്നെ അവിടെ ഭരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൽ നിന്നും ഇറാനിനോട്ട് പോയ ത്രെട്ടാണ്. അതിനെ പിന്തുണച്ച് ട്രംപ് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.